കാസർഗോഡ് MDMA കേസ് പ്രതി മുഹമ്മദ് ഹുസൈനുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി മുഖ്യമന്ത്രി. താൻ പറഞ്ഞത് താൻ പരിചയപ്പെട്ട കാര്യം ഹുസൈൻ അതിനു മുൻപ് തന്നെ കണ്ടിരിക്കാം എന്ന് VD സതീശൻ പറഞ്ഞു. ഉണ്ടാവുന്നേ ഇഷ്ടംപോലെ ആളുകൾ നമ്മളെ വന്ന് കണ്ടു കാണുന്നേ. അതിനെന്താ കുഴപ്പം? ഞാൻ അയാളെ പരിചയപ്പെട്ടതാണ് ഞാൻ പറഞ്ഞത്. എന്നെ വന്ന് കണ്ട് ഇഷ്ടംപോലെ ആളുകൾ ഫോട്ടോ എടുക്കുകയാണ്. അതൊക്കെ അന്ന് പറഞ്ഞ് തീർത്ത വിഷയങ്ങളാണ്. സമൂഹമാധ്യമ പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട് സർക്കാർ മെറ്റയുമായി ഒരു ആശയവിനിമയം നടത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. മാധ്യമങ്ങൾ പരാതി നൽകിയാൽ സർക്കാർ ഒപ്പം നിൽക്കും. തന്നെ വിമർശിച്ചതുകൊണ്ടുള്ള പോസ്റ്റുകൾ നീക്കിയതിനെക്കുറിച്ചുള്ള പരാതിയാണെങ്കിലും സർക്കാർ കൂടെ നിൽക്കുമെന്നും സതീശൻ പറഞ്ഞു. എനിക്കെതിരായിട്ടിരിക്കുന്ന പോസ്റ്റ് അത് നീക്കം ചെയ്തതിനെതിരായിട്ട് നിങ്ങൾ ആരെങ്കിലും പരാതി കൊടുത്താൽ അതിൻ്റെ കൂടെ സർക്കാർ നിൽക്കാം. അങ്ങനെ ഏതെങ്കിലും സർക്കാർ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ? എനിക്കെതിരെ എന്നെ അധിക്ഷേപിക്കുന്ന തരത്തിലിട്ട പോസ്റ്റുകളാണ്. അധിക്ഷേപിക്കുന്ന തരത്തിലിട്ട പോസ്റ്റ് അത് നീക്കം ചെയ്തതിനെതിരെ നിങ്ങൾ പരാതി കൊടുത്താൽ നീക്കം ചെയ്ത മെറ്റയുടെ കൂടെയല്ല, ആ പോസ്റ്റ് എന്നെ അധിക്ഷേപിക്കുന്ന പോസ്റ്റ് ഇട്ട നിങ്ങളുടെ കൂടെ നിൽക്കായി സർക്കാർ. ഇങ്ങനെ ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ, ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരു സർക്കാരും ഇങ്ങനൊരു നിലപാടെടുത്തിട്ടില്ല. അതുകൂടി ഒന്ന് റിപ്പോർട്ട് ചെയ്താൽ നന്നായിരിക്കും. വിശദാംശങ്ങളുമായി VS അനു ചേരുന്നുണ്ട്. അനു, അങ്ങനെ വിവാദ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം വരികയാണ്. സോന, രണ്ട് വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മറുപടി അത്രയങ്ങ് തൃപ്തമാകുന്ന തലത്തിലല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഒന്ന്, ഈ MDMA കേസ് പ്രതിയുമായി ബന്ധപ്പെട്ട് ഈ നവകേരള യാത്ര നടക്കുമ്പോൾ അന്ന് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് നടത്തിയ ആക്രമണത്തെ സമയത്താണ് ഈ പറയുന്ന MDMA കേസിലെ പ്രതികളുമായി പരിചയപ്പെട്ടത് എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഇവരുമായി നിൽക്കുന്ന ഫോട്ടോ സഹിതം സമൂഹ മാധ്യമങ്ങളിൽ ഉള്ള കാര്യം പറഞ്ഞപ്പോൾ താൻ പരിചയപ്പെട്ടത് ആ ഘട്ടത്തിലാണ് എന്നാണ് താൻ പറഞ്ഞത്. അതിനു മുമ്പ് ഒരുപക്ഷെ അവർ തന്നെ വന്ന് കണ്ടിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന മുഖ്യമന്ത്രി VD സതീശനെയാണ് നമുക്ക് ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിഞ്ഞത്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, സംസ്ഥാന പോലീസ് മേധാവി DGP റവാഡ ചന്ദ്രശേഖരനെ ഗവർണർ ആർലേക്കർ ലോക്ഭവനിലേക്ക് വിളിച്ചു വരുത്തിയ സംഭവമാണ്. ഇതിലെ നിലപാടെന്ത് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം നിലപാട് നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ തന്നെ താൻ പറഞ്ഞിരുന്നതാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല, സർക്കാർ ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ സർക്കാർ അറിയാതെ അങ്ങനെ വിളിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞ അദ്ദേഹം പക്ഷേ ഇക്കാര്യത്തിൽ ഒരു അതൃപ്തി, എതിർപ്പ് അത് ലോക്ഭവനെ അറിയിക്കുമോ എന്നുള്ള ഏറ്റവും ഒടുവിലാണ് അങ്ങനെ ഒരു അതൃപ്തി അറിയിക്കും എന്ന് പറഞ്ഞത്. മാത്രമല്ല, പിണറായി വിജയൻ സമയത്ത് അന്ന് ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ചീഫ് സെക്രട്ടറിയെയും DGPയെയും വിളിച്ചു വരുത്തിയ കാര്യം അദ്ദേഹം പറഞ്ഞു. പക്ഷേ അതേസമയം അന്ന് വിളിച്ചു വരുത്താൻ ഗവർണർ വിളിച്ചു വരുത്തിയെങ്കിലും അന്ന് ഉദ്യോഗസ്ഥർ പോയില്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രി പറഞ്ഞതുമില്ല. ഇങ്ങനെയാണ് ഈ രണ്ട് വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മറുപടി. മറ്റൊന്ന്, ഇന്നിപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന മെറ്റയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതായത് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന്, ഈ ചാനലുകളുടെ ഓൺലൈൻ ഹാൻഡിലുകളിൽ നിന്ന് ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ വിമർശിക്കുന്ന പോസ്റ്റുകൾ നീക്കം ചെയ്ത സംഭവം. ഇക്കാര്യത്തിൽ വളരെ വിശദമായി മുഖ്യമന്ത്രി സംസാരിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഒരു ഘട്ടത്തിലും ഏതെങ്കിലും ഒരു പോസ്റ്റ് നീക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസോ സർക്കാർ സംവിധാനങ്ങളോ പോലീസോ ആവശ്യപ്പെട്ടിട്ടില്ല. അത് മെറ്റയുടെ അൽഗോരിതം പ്രകാരമുള്ള ഈ പറയുന്ന ലീഗൽ റിക്വയർമെന്റ് ആണ് നടന്നിരിക്കുന്നത്. അല്ലാതെ മെറ്റയോട് ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം തേടുകയോ അവർ തങ്ങൾക്ക് അങ്ങനെ ഒരു വിശദീകരണം നൽകുകയോ ചെയ്തിട്ടില്ല. പക്ഷേ അഫക്റ്റഡ് പാർട്ടീസായ മാധ്യമങ്ങൾ ഏതെങ്കിലും തരത്തിൽ മെറ്റയോട് ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രതികരണം വരികയാണ്. VS അനു ആണ് അതിന്റെ വിശദാംശങ്ങൾ നൽകിയത്.